ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വചനവിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അനുരഞ്ജനത്തിൻ്റെ അല്ലെങ്കിൽ രമ്യതയുടെ പ്രസക്തിയെപ്പറ്റിയും അതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 6 എതിർ സിദ്ധാന്തങ്ങളിലൂടെ യേശു പുതിയ നിയമത്തിൻ്റെ അതുല്യത അവതരിപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ഒരു പ്രമാണവാക്യം കൊണ്ടാണ് ഓരോ എതിർ സിദ്ധാന്തവും യേശു അവതരിപ്പിക്കുന്നത്. നിയമദാതാവ് തന്നെ നിയമത്തിൻ്റെ ലക്ഷ്യം വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ്റെ ബാഹ്യപ്രവൃത്തികളെ മാത്രമേ സ്പർശിച്ചിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഊന്നൽ ആന്തരികതയിലായതുകൊണ്ട് നിയമാനുഷ്ഠാനത്തിൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്നു. അതായത് ശരീരത്തിൻ്റെ പ്രവൃത്തിയാണ് കൊല്ലുക, മനസ്സിൻ്റെ പ്രവൃത്തിയാണ് കോപിക്കുക. മനസ്സിൻ്റെ പ്രവൃത്തിയായ കോപമാണ് ശാരീരികമായ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് എന്നതിനാൽ ആദ്യമേ തടയേണ്ടത് കോപത്തെയാണ്. കോപിച്ചാൽ ന്യായവിധിക്ക് അർഹനാകും എന്ന് യേശു പഠിപ്പിക്കുന്നു. ഉള്ളിൽ അക്രമം സൂക്ഷിക്കുന്നവരാണ് കോപിക്കുന്നത്. അതിനാൽ സഹോദരങ്ങളെ കുറ്റകരമായ വിധത്തിൽ പരിഹസിക്കുന്നതും ജീവനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. യഹൂദരുടെ പരമപ്രധാനമായ കടമയാണ് കാഴ്ചയർപ്പണം അല്ലെങ്കിൽ ബലിയർപ്പണം. എന്നാൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഈ കടമയ്ക്ക് മുൻപ് കൃപയുടെ കീഴിലുള്ള സ്നേഹത്തിൻ്റെ കടമയായ അനുരഞ്ജനം നേടിയിരിക്കണമെന്ന് യേശു അനുശാസിക്കുന്നു. സഹോദരനുമായി രമ്യതയിലാകാതെ ദൈവവുമായി അനുരഞ്ജനത്തിലാകാനുള്ള കാഴ്ചയർപ്പണം സാധുവായി അനുഷ്ഠിക്കാനാവില്ല. ഈ ഒരു അനുരഞ്ജന ശ്രമത്തിൽ ആരാണ് കുറ്റക്കാരൻ എന്നതിന് പ്രസക്തിയില്ല. നിരുപാധിക ക്ഷമയാണ് യേശു ആവശ്യപ്പെടുന്നത്. മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറക്കാൻ ശ്രമിക്കുന്നതോ അവഗണിക്കാൻ ശ്രമിക്കുന്നതോ അല്ല, സഹനത്തിലൂടെയും എളിമപ്പെടുത്തലിലൂടെയും രമ്യതയിലാകാൻ ശ്രമിക്കുന്നതാണ്. സഹോദരനുമായി മാത്രം രമ്യതയിലായാൽ പോരാ, ശത്രുവുമായും അല്ലെങ്കിൽ പ്രതിയോഗിയുമായും രമ്യതയിലാകണം. യഹൂദ മതഗ്രന്ഥമായ മിഷ്ന പറയുന്നതനുസരിച്ച് ആണ്ടുവട്ടത്തിലെ പാപപരിഹാര ദിനത്തിൽ മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നതിന് സഹോദരങ്ങളുമായി രമ്യതയിലാകണമെന്നായിരുന്നു. എന്നാൽ യേശു പറയുന്നത് പാപപരിഹാര ദിനത്തിൽ മാത്രമല്ല, എല്ലാ കാഴ്ചയർപ്പണത്തിന് മുൻപും രമ്യത കൈവരിച്ചിരിക്കണം എന്നാണ്. പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠങ്ങൾ യേശു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുമുള്ള വൈരാഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ആരോടെങ്കിലും ക്ഷമിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ, ഈ നോമ്പുകാലത്ത് ആ വ്യക്തിയോട് അനുരഞ്ജനത്തിലാകാൻ, ദൈവത്തെ പ്രതി ക്ഷമിക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ഈ നോമ്പുകാലം കൂടുതൽ അനുഭവവേദ്യമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.